നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാണുന്ന എ സിയുടെ എയർ വെൻറ്റ്. ഈ കാണുന്ന എയർ വെൻറ്റ് പല വാഹനങ്ങളിലും കംപ്ലൈൻ്റ് ആണ്. ഇത് ഷവർലെറ്റിൻ്റെ ടവേര നിയോ 3 വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ്. ഈ ഇരിക്കുന്ന എയർ വെൻറ്റ് നിയോ 2-ൻ്റെയാണ്. അപ്പോൾ ഇതിൽ പറ്റുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഇത് കൂടുതലും കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാഹചര്യം പറയുന്നത്, നമ്മുടെ വാഹനത്തിൽ ഈ കാണുന്നത് പോലെ സ്റ്റീരിയോ വയ്ക്കുവാനോ അല്ലെങ്കിൽ ഉള്ളിൽ ഓൾട്രേഷൻ ചെയ്യുവാനോ. ഓൾട്രേഷൻ എന്ന് ഉദ്ദേശിച്ചത് ഈ ചില വാഹനങ്ങളിൽ എ സിയുടെ ഈ കാണുന്ന എയർ വെൻറ്റും അതുപോലെ തന്നെ ഈ സൈഡ് എയർ വെൻറ്റൊക്കെ അഴിച്ചിട്ട് ഈ കാണുന്ന കോർണർ ഭാഗത്തുള്ള എയർ വെൻറ്റും ഈ എയർ വെൻറ്റെല്ലാം അഴിച്ചിട്ട് സ്ട്രിപ്പ് ലൈറ്റും പിന്നെ LED ലൈറ്റൊക്കെ കയറ്റാറുണ്ട്. ചില വാഹനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. ഇപ്പോഴത്തെ ഏറെക്കുറെ പ്രീമിയം വാഹനങ്ങളിലെല്ലാം ഇതുപോലെ സ്ട്രിപ്പ് ലൈറ്റും LED ലൈറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കാണുമ്പോൾ ബാക്കിയുള്ളവർക്കും ഒരു ആഗ്രഹം തോന്നിയിട്ട് ഇതിനെയൊക്കെ അഴിച്ച് ഇളക്കാറുണ്ട്. ഈ ഇളക്കുന്ന സമയത്ത് ഈ വാഹനത്തിൽ ഈ കാണുന്ന എല്ലാം പ്രസ്സിങ് ടൈപ്പാണ് വരുന്നത്. അതുപോലെ പ്രസ് ചെയ്ത് വയ്ക്കുന്ന ടൈപ്പാണ്. രണ്ട് സൈഡ്, സെൻറ്റർ, അതുപോലെ തന്നെ കോർണർ ഭാഗങ്ങളെല്ലാം പ്രസ് ചെയ്യുന്ന ടൈപ്പിലാണ് വരുന്നത്. പ്രസ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് ലോക്കായിട്ട് അങ്ങ് പിടിച്ചിരിക്കും. പക്ഷേ ഇത് എങ്ങനെയാണ് അഴിച്ചെടുക്കേണ്ടതെന്നുള്ള ധാരണ പല വർക്ക്ഷോപ്പിലും അല്ലെങ്കിൽ അതിൻ്റെ റിപ്പയറിങ് ചെയ്യുന്ന മെക്കാനിക്കുകൾക്കും അറിയില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവരെന്തെങ്കിലും മൂർച്ചയുള്ള ആ ഒരു പാർട്സ് വെച്ച് ഇതിനെ കുത്തി ഇളക്കാറാണ് പതിവ്. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം. എൻ്റെ വണ്ടിയിൽ ലൈറ്റ് മാറാനായിട്ട് പോയ സമയത്ത് ഒരു ഇലക്ട്രീഷ്യൻ ചെയ്ത ഒരു കാര്യം കാണിച്ചു തരാം. ടോപ്പ് ലൈറ്റിന് വെട്ടം കുറവായതുകൊണ്ട് ഒരു വെട്ടമുള്ള ഒരു ബൾബ് ഇടാനായിട്ട് പോയ സമയത്ത് അതിനെ കുത്തി ഇളക്കിയ ഒരു ഭാഗം കാണിച്ചു തരാം. കുത്തി ഇളക്കിയതിൻ്റെ ആ പാടാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞത് കുത്തി ഇളക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട. നമുക്ക് ഒരു ചെറിയൊരു സ്കെയിലോ അല്ലെങ്കിൽ ATM കാർഡും ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇതിനെ അഴിച്ചെടുക്കാനായിട്ട് പറ്റും. പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ലോക്ക് വികസിച്ചിട്ട് നമുക്ക് ഈ ഗ്ലാസ്സിനെ ഇളക്കിയെടുത്താൽ മതിയാവും. ഈ ടോപ്പ് ലൈറ്റ് ഇങ്ങനെ കുത്തി ഇളക്കുന്ന ടീമാണെങ്കിൽ ഈ വണ്ടിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന വണ്ടിയുടെ കാര്യം പറയേണ്ട കാര്യമുണ്ട്. അതുപോലെയാണ് ഈ ഒരു അവസ്ഥയും. അതായത് പല വാഹനങ്ങളിലും ഇതുപോലെ ഇത് കുത്തി ഇളക്കുന്ന സമയത്ത് ലോക്ക് പൊട്ടിപ്പോകാറാണ് പതിവ്. അപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഈ കാണുന്ന കോർണർ എയർ വെൻറ്റ്, കോർണർ ഭാഗത്ത് വരുന്ന ലെഫ്റ്റ് സൈഡിൽ വരുന്ന കോർണർ എയർ വെൻറ്റ് കിട്ടുവാനായിട്ട് എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? നിലവിൽ ബൂട്ട്മോ പോലുള്ള ആപ്ലിക്കേഷനിൽ കിട്ടും. അതേസമയം പുറത്ത് ഇത് കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങളുടെ വാഹനത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഓൾട്രേഷൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതുപോലെ ലൈറ്റോ ഹോണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിങ്സോ സ്റ്റീരിയോ ഒക്കെ വയ്ക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അഴിച്ചെടുക്കാനായിട്ട്. അല്ലാത്ത പക്ഷം ഈ ലോക്ക് പൊട്ടേ അല്ലെങ്കിൽ ഈ കാണുന്ന എയർ വെൻറ്റിൻ്റെ സെൻറ്റർ ഭാഗം പൊട്ടേ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. കാര്യം ഒന്നാമത്തെ കാര്യം, ഈ പാർട്സ് കിട്ടുവാനായിട്ടില്ല. 2500 രൂപയ്ക്ക് മുകളിൽ ഇതിന് വിലയുണ്ട്. 2500 അതിന് മുകളിലോട്ടോ അതിന് വിലയുണ്ട് നിലവിൽ. അപ്പം പഴയ വാഹനത്തിലിരിക്കുന്നതാണെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ ജോയിൻറ്റ് ഈ പറയുന്നത് ഈ ഇടതുവശത്ത് കാണുന്ന ജോയിൻറ്റോ അല്ലെങ്കിൽ വലതു ഭാഗത്ത് കാണുന്ന ആ ലോക്കോ ഒക്കെ കംപ്ലൈൻറ്റ് വന്നതായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ പൊട്ടിയതായിരിക്കും വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പരമാവധി എക്സ്ട്രാ ഫിറ്റിങ്സും ഓൾട്രേഷനും ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ അഴിക്കുമ്പോൾ അറിയാവുന്ന മെക്കാനിക്കിനെ കൊണ്ടോ അല്ലെങ്കിൽ അത് പൊട്ടും കിട്ടില്ല എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്തോ മാത്രമേ ഇത് അഴിച്ച് റിപ്പയർ ചെയ്യാനായിട്ട് പാടുള്ളൂ. കാര്യം ഈ കാണുന്ന വാഹനത്തിൻ്റെ ഡാഷ് എന്ന് പറയുന്നത് നിയോ 3യുടെ ഡാഷാണ് വരുന്നത്. നിയോ 2നും ഇതേ സെയിം ഡാഷ് തന്നെയാണ് വരുന്നത്. അതുമല്ല നിയോ അല്ലെങ്കിൽ SS മോഡലിൻ്റെ ആ ഒരു രീതിയിലല്ല ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു ഏറെക്കുറെ നമ്മളൊരു 90% ടവേര നോക്കിയാലും ഈ ഒരു എയർ വെൻറ്റിൻ്റെ പോർഷൻ മാത്രമാണ് നിയോ 3 നിയോ 2 വാഹനങ്ങളിൽ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്.